എന്താടി, നിനക്കിന്ന് ക്ലാസ് ഇല്ലായിരുന്നോ? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് പൈങ്കിളിയാണോന്നൊരു ഡൗട്ട്. അത് കൊള്ളാടി, നീ പറ. നമ്മൾ രണ്ടുപേരും ഒരേ വൈബ് തന്നെയല്ലേ? ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നമുക്ക് കെട്ടിയാലോ? സത്യത്തിൽ ഞാനിത് നിൻ്റെ അടുത്ത് പറയണമെന്ന് കരുതിയതാ. പക്ഷേ നീ എന്ത് വിചാരിക്കുമെന്ന് കരുതി. പക്ഷെ നമുക്കിടയിൽ ഒരു പ്രശ്നമുണ്ടല്ലോ. നീയല്ലേ പറഞ്ഞത് നമുക്കൊരേ വൈബാന്നുള്ളത്? അപ്പം ഇത് നമ്മുടെ ലൈഫിലൊരു പ്രശ്നമാവില്ല. വരൂ. കുടിക്കാൻ എന്തെങ്കിലും ചായയോ? നോ താങ്ക്സ്. നോ താങ്ക്സ്. എന്താ സാറേ സ്കൂളിലേക്കല്ലാതെ വീട്ടിലേക്ക് വിളിപ്പിച്ചത്? എനി ഇമ്പോർട്ടൻറ്റ് മാറ്റർ? യെസ്, ഐ തിങ്ക് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മാറ്റർ. നിങ്ങളുടെ കുട്ടിയുടെ ഫോമിൽ ഒരു പ്രധാന കാര്യം വിട്ടുപോയിട്ടുണ്ട്. എന്ത്? അല്ല, സ്കൂളിൽ. സാർ തെളിച്ച് പറ. എൻ്റെ ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ് സ്കൂളിൽ ഇങ്ങനെ ഒരു ഫോം കാണുന്നത്. ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ കുട്ടിയുടെ ഫോമിൽ റിലീജിയൻ ഫില്ല് ചെയ്തിട്ടില്ല. അല്ല, അതിൻ്റെ ആവശ്യകതയുണ്ടോ? അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ നാളെ കുട്ടിയുടെ ഭാവി. അല്ല, ഞങ്ങൾ ഞങ്ങളുടെ കുട്ടിയെ നിങ്ങളുടെ സ്കൂളിൽ ചേർത്തത് ഒരിക്കലും ഒരു മതത്തെ പ്രതിനിധീകരിച്ചല്ല. അല്ലെങ്കിൽ തന്നെ അതിൻ്റെ ആവശ്യകതയുണ്ടോ? നാളെ കുട്ടിയുടെ ഫ്യൂച്ചറിനെ ബാധിച്ചാലോ? ഒന്നുമില്ലെങ്കിലും നമ്മൾ ഈ സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്. എന്ത് ഭാവി? അന്നും ഇന്നും എന്നും എല്ലാവർക്ക് റിസൾട്ടുകളാണ് മുഖ്യം. മാർക്ക്, ഗ്രേഡ്സ്, റാങ്ക്. അതിലുപരി വേറെ എന്തെങ്കിലും കൂടെ വേണ്ടേ? കൾച്ചർ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഇൻ്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റ് മനസ്സിലാകാത്തത്. അത് നിങ്ങളുടെ കുട്ടിയുടെ ഭാവിയെ നാളെ ബാധിച്ചാലോ? മാത്രമല്ല, നിയമപരമായി നിങ്ങളുടെ കുട്ടിക്ക് വിദ്യാഭ്യാസത്തിന് കുഴപ്പമില്ല എങ്കിൽ പോലും മറ്റു കുട്ടികൾ ഓരോ മതങ്ങളിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് ഒരു ഒറ്റപ്പെടലായി മാറും. ഇത്രയും കാലം ഞങ്ങൾ ഒരുമിച്ചാണ് ജീവിച്ചത്. ഈ കാലയളവ് മുഴുവനും ഞങ്ങളുടെ ഇടയിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. പിന്നെ എല്ലാ മതങ്ങളിലും പറയുന്ന ഒന്ന് തന്നെയാണ് സമാധാനം. അങ്ങനെ തന്നെ വളരട്ടെ പുതിയ തലമുറ.